നമസ്കാരം. ഇന്ത്യയെ പല കഷ്ണങ്ങളാക്കി മുറിക്കുക, ഇന്ത്യയുടെ അഖണ്ഡത ഇല്ലാതാക്കുക, ഇതിനാണ് പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. പാകിസ്ഥാൻ ഏതാനും ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തുകയും ഈ ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോക്സി യുദ്ധം നടത്തുകയും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ജമ്മു കാശ്മീരിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം, അവിടങ്ങളിൽ മാത്രം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചുവെന്നല്ലാതെ പാകിസ്ഥാൻ്റെ ഈ സ്പോൺസേഡ് ആയിട്ടുള്ള തീവ്രവാദ ശ്രമങ്ങൾക്ക് ഇന്ത്യയെ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ജമ്മു കാശ്മീരും സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് ഭരണഘടനയുടെ 370-ാം വകുപ്പ് ആ സംസ്ഥാനത്തിന് ചില പ്രത്യേക അധികാരങ്ങൾ നൽകിയിരുന്നത് കൊണ്ട് മാത്രമാണ് പാക് ഭീകരവാദ സംഘടനകൾക്ക് അവിടെ ഇത്രയും കാലം നിലനിൽക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഭീകര സംഘടനകളെല്ലാം കൂടും കുടുക്കയും എടുത്ത് ജമ്മു കാശ്മീരിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയിരിക്കുന്നു. അവിടെയുള്ള ചില സംഘടനകൾ, ചില കടലാസ സംഘടനകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നല്ലാതെ പാകിസ്ഥാന്റെ ഈ ഭീകരവാദ ഭീഷണിക്ക് ഇന്ത്യയെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ നിലയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കാം എന്ന് സ്വപ്നം കാണുന്നത്. അതായത് ബംഗ്ലാദേശിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണല്ലോ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അവിടെ ഉണ്ടായിരുന്നു, ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി പാർട്ടികൾ അവിടെയുണ്ട്. പക്ഷേ ഈ പാർട്ടികളെയെല്ലാം ഇപ്പോൾ അവർ നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയതോടുകൂടി ബംഗ്ലാദേശിൽ ഈ പാർട്ടികളുടെ സ്വാധീനമൊക്കെ അസ്തമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന മതഭീകര സംഘടനയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത്. ഇവരുടെ പാവ സർക്കാരാണ് ഇപ്പോൾ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാനുമായി കൂടുതൽ ചങ്ങാത്തമുണ്ടാക്കുക. 1971 ശേഷം പാകിസ്ഥാനും ബംഗ്ലാദേശും രണ്ട് രാജ്യങ്ങളായി മാറുന്നു. അതിനുശേഷം ശത്രു രാജ്യങ്ങളായിരുന്നു ഇവർ രണ്ട് രാജ്യങ്ങളും. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ഈ രണ്ട് രാജ്യങ്ങളും കാര്യമായി അടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പാക് സൈനിക ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് സന്ദർശിക്കുന്നു, ബംഗ്ലാദേശിൻ്റെ സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും RDX അടക്കമുള്ള വെടിമരുന്നുകൾ ബംഗ്ലാദേശ് ഇറക്കുമതി ചെയ്യുന്നു. ബംഗ്ലാദേശിന് എല്ലാവിധ സഹായവും ഞങ്ങൾ ഏത് സമയത്തും ചെയ്യാം എന്ന് പാകിസ്ഥാൻ വാഗ്ദാനം നൽകുന്നു. അങ്ങനെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ഇപ്പോൾ ഒരു പുതിയ സൗഹൃദ ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിലെ ചില ചോട്ടാ നേതാക്കന്മാർ, ഈ കെയർടേക്കർ മന്ത്രിസഭയുടെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അങ്ങ് അടിച്ചു മാറ്റിയേക്കാം എന്ന നിലയിൽ ചില പ്രസ്താവനകൾ നടത്തുന്നത്. മുഹമ്മദ് യൂനസ് ചൈനയിൽ പോയി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡായ ഒരു പ്രദേശമാണ്, ഈ സിലിഗുരി നെക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ ഈ ഭാഗം നമുക്ക് പിടിച്ചെടുക്കാം എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല മുഹമ്മദ് യൂനസ് സർക്കാർ പാകിസ്ഥാനിൽ നിന്നുള്ള ചില സൈനിക ഉദ്യോഗസ്ഥർക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടി ബംഗ്ലാദേശിൻ്റെ ഭാഗമായി ചേർത്തുകൊണ്ടുള്ള ഒരു മാപ്പ് നൽകുന്നതും നമ്മൾ കാണുകയുണ്ടായി. ഇതെല്ലാം ഇന്ത്യയെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കാനുള്ള നീക്കമാണ്. ഇപ്പോൾ ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മുൻ നേതാവ് അബ്ദുല്ലാഹിൻ അമാൻ ആസ്മിയും പറയുന്നത് ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കാതെ ബംഗ്ലാദേശിന് ഇനി ഉറക്കമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളിൽ കൂടി തീവ്രവാദം ശക്തമാക്കുക എന്ന പ്രവർത്തനത്തിന് അവർ ഇപ്പോൾ തന്നെ വെടിമരുന്നിട്ട് കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കാതെ ഇനി ഞങ്ങൾക്ക് ഉറക്കമില്ല എന്ന് ഈ അസ്മിയെ പോലുള്ളവർ പ്രഖ്യാപിക്കുന്നത്. അസ്മി പറയുന്നത് ചിറ്റഗോങ് ഹിൽ ട്രാക്റ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള ബംഗ്ലാദേശ് മേഖലകളിൽ ബംഗ്ലാദേശ് സർക്കാരിനെതിരെ ചില സായുധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സായുധ സംഘടനകൾക്ക് എല്ലാവിധ പിന്തുണയും ആയുധവും അതുപോലെ പണവും നൽകുന്നത് ഇന്ത്യയാണ്. ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തുന്നത് എന്നൊക്കെയുള്ള പുതിയ ആരോപണങ്ങളാണ് ബംഗ്ലാദേശിൻ്റെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് പോലെയുള്ള ആരോപണങ്ങൾ, പാകിസ്ഥാൻ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് പാകിസ്ഥാനായിരിക്കും. അതായത് പാക് ഭീകര സംഘടനകളെ ബംഗ്ലാദേശിലേക്ക് പറിച്ചു നടാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ലഷ്കർ-ഇ-തൊയ്ബ ബംഗ്ലാദേശിൽ ചില യൂണിറ്റുകൾ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗവും ബംഗ്ലാദേശിൽ സജീവമാകാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഉന്നത ലഷ്കർ-ഇ-തൊയ്ബ ഭീകരൻ
ഈ ബംഗ്ലാദേശ് വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയും ഇയാളെ ബംഗ്ലാദേശിൻ്റെ ചില നേതാക്കന്മാർ സ്വീകരിച്ച് കൊണ്ടുപോയി നേരെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരികയും അവിടെ ചില കൂടിക്കാഴ്ചകളും മറ്റും നടത്തുകയും ചെയ്തു എന്ന റിപ്പോർട്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചില യുവാക്കളെ റാഡിക്കലൈസ് ചെയ്ത് അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് അവിടെ ഒരു ഭീകര നെറ്റ്വർക്ക് ഉണ്ടാക്കി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളും കൂടി അശാന്തമാക്കാനുള്ള ബോധപൂർവമായ ശ്രമം പാകിസ്ഥാനും ബംഗ്ലാദേശിൻ്റെ ഒരു വിഭാഗം നേതാക്കളും ചേർന്ന് നടത്തുന്നുണ്ട്. ജനങ്ങളുടെ പിന്തുണ അതിൽ വളരെ കുറവാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെയോ നിയന്ത്രണ രേഖ പോലെയോ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു കമ്പിവേലി മാത്രമാണ്, അതും ഇല്ലാത്ത പ്രദേശങ്ങളുണ്ട്. മാത്രമല്ല ഇവിടങ്ങളിലൊന്നും വലിയ രീതിയിൽ സേനാവിന്യാസം ഒന്നുമില്ല, സമാധാനപരമായ ബോർഡർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സൈന്യം കൂടുതൽ ജാഗ്രത കാണിക്കുന്നുണ്ട്. ഏത് സമയത്തും അവിടെ എത്താൻ പാകത്തിന് സൈന്യം മറ്റ് സ്ഥലങ്ങളിൽ സജ്ജമായിരിക്കുന്നു. മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തെ അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിക്ക് അപ്പുറത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സസൂക്ഷ്മമായ നിരീക്ഷണം ഇപ്പോൾ ഇന്ത്യ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ചില ഭീകര നേതാക്കൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളുടെ നേതാക്കൾ ഇപ്പോൾ ഇന്ത്യക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. സിലിഗുരി നെക്ക് എത്രയും പെട്ടെന്ന് കീഴടക്കാം എന്നായിരുന്നു ഇവരുടെ വിചാരം. ചൈനയും പാകിസ്ഥാനും അമേരിക്കയും ബംഗ്ലാദേശും ചേർന്ന് അതിന് ഗൂഢാലോചന നടത്തിയതായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഗൂഢാലോചനയുടെ വിവരങ്ങൾ ചോർന്നു കിട്ടിയതോടുകൂടി തന്നെ ഇന്ത്യ സിലിഗുരി നെക്കിൽ അതിൻ്റെ മറുപ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതായത് അത്യാധുനികമായ ആയുധങ്ങൾ, അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം ആ പ്രദേശങ്ങളിൽ വിന്യസിച്ച് വലിയ സേനാ സാന്നിധ്യം ഇപ്പോൾ അവിടെ ഇന്ത്യ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിർത്തി പ്രദേശങ്ങളിൽ എന്തെങ്കിലും ഒരു സാഹസത്തിന് ബംഗ്ലാദേശ് മുതിർന്നാൽ ഉടൻ തന്നെ തിരിച്ചടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഇന്ത്യ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി നേതാവിൻ്റെ ഈ പ്രസ്താവനയെ നോക്കിക്കാണേണ്ടത്. സത്യത്തിൽ പാകിസ്ഥാന് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭീകര സംഘടനകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് സർക്കാരും ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കൊട്ടേഷൻ നൽകിയിരിക്കുകയാണ്. തീർച്ചയായും തിരിച്ചടി പാകിസ്ഥാൻ ബോർഡറിൽ അത് പാകിസ്ഥാൻ സാഹസം കാട്ടിയാലും ബംഗ്ലാദേശ് സാഹസം കാട്ടിയാലും അതിർത്തി കടന്നു വന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രമിക്കുന്നത് എന്നും ഉറപ്പാണ്. എന്തായാലും അമേരിക്ക ഉള്ളതുകൊണ്ട് ഇന്ത്യ പേടിച്ച് ഭയപ്പെട്ട് പിന്മാറില്ല എന്ന സന്ദേശം ഇതിനോടകം തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യ നൽകുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.